ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയ ഇസ്രായേൽ യമനിലെ ഹൂത്തി ഭീകരർക്കെതിരെ മറ്റൊരു പോർമുഖം കൂടി തുറക്കുവാൻ നിർബന്ധിതരാക്കിയത് അവർ തന്നെയാണ്. എന്നാൽ ഇത്തവണ കേവലം ആക്രമണത്തിൽ ഒതുങ്ങുന്നതിന് പകരം ഇസ്രായേൽ തീർത്തത് ഹൂതികളുടെ അധികാരമില്ലാത്ത പ്രധാനമന്ത്രിയെയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഹൂതികളുടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥന്മാരെയുമായിരുന്നു. യമന്റെ തലസ്ഥാനമായ സനയിൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിലാണ് ഹൂതികളുടെ ഉന്നത നേതാക്കന്മാരെയെല്ലാം ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ടെല്ലവീവിലെ ബെൻഗൂരിയോൻ വിമാനത്താവളത്തിന് നേരെ യമൻ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഹൂതികളുടെ അവസാന പ്രകോപനമുണ്ടായത്. വടക്കൻ യമനിലെ സാദാ ജില്ലയിലെ യമനിലെ ഷിയ സെയ്ദി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അംഗങ്ങളായ ഹൂതികൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഗണ്യമായ ശക്തിയും സ്വാധീനവും നേടിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഇറാൻ അവർക്ക് ധനസഹായവും ആയുധങ്ങളും പരിശീലനവും വെച്ചു നീട്ടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ കളത്തിൽ ഇറക്കുകയായിരുന്നു. അത്യാവശ്യം ആധുനിക ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള ഹൂതികൾ ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും UAE-ക്കുമെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെങ്കടലിൽ അടക്കം താവളം ഉറപ്പിച്ചിരിക്കുന്ന ഇവർ അമേരിക്കയുടേത് അടക്കമുള്ള കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഇസ്രായേൽ അവരുടെ മർമ്മത്ത് തന്നെയാണ് ഇപ്പോൾ പ്രഹരിച്ചിരിക്കുന്നത്. ഹമാസിനെ ഒരറ്റത്തു നിന്ന് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളെ മെക്കിട്ട് കയറാനിറങ്ങിയ ലെബനീസ് ഹിസ്ബുള്ളകളെ ഇസ്രായേൽ ചിന്നഭിന്നമാക്കിയത് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു. ഒരു സമയത്ത് പശ്ചിമേഷ്യയിലെ 5 പോർമുഖങ്ങളിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചു നിന്ന ഇസ്രായേലിന് ഹൂത്തികളുടെ നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിക്ക് തിരിച്ചടിയായി ഹൂത്തി പാളയത്തെ കത്തിക്കുമെന്നും താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ എല്ലാം തീർക്കുമെന്നും ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. എന്നാൽ അടികൊണ്ട് തലമണ്ട പിളരും വരെ ഹൂത്തികൾക്ക് അത് വിശ്വാസം വന്നില്ല. ഇസ്രായേലിന്റെ തിരിച്ചടി കാണാൻ കാത്തിരുന്നവരുടെ പ്രതീക്ഷ തെറ്റിയതുമില്ല എന്നുള്ളതാണ് വാസ്തവം. യമനിലെ ഹൂത്തി തീവ്രവാദികളുടെയോ സൈന്യത്തിൻ്റെയോ കണ്ണിലോ സെൻസറിംഗ് ഉപകരണങ്ങളിലോ ഒന്നും പെടാതെ 1900 കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് പറന്നെത്തിയത് ഇസ്രായേലിന്റെ ഒരു സെറ്റ് വിമാനങ്ങളായിരുന്നു. ഹൂത്തി തീവ്രവാദികളിലെ തലമൂത്തവർ യമൻ തലസ്ഥാനമായ സനയിൽ കൂടിയിരുന്ന കെട്ടിടത്തിലേക്ക് രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെത്തി മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ആരൊക്കെ എവിടെയൊക്കെ കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ഹൂത്തികൾക്ക് നിശ്ചയമില്ലായിരുന്നുവെങ്കിലും ഹൂത്തി നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂത്തി, ഹൂത്തി ചീഫ് മുഹമ്മദ് അൽ ഒമാരി, പിന്നെ ഹൂത്തികളുടെ ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരും പ്രധാനമന്ത്രിയുമെല്ലാം അക്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഏറെ താമസിക്കാതെ കൃത്യമായ വിവരങ്ങൾ പുറത്തെത്തുകയുണ്ടായി. പറഞ്ഞത് നടപ്പിലാക്കാൻ ഇസ്രായേൽ കാടടച്ച് വെടിവെക്കുകയായിരുന്നില്ല, മറിച്ച് മുടിയിഴ പോലും തെറ്റാതെ തങ്ങൾ ലക്ഷ്യം വെച്ചവരുടെ നെഞ്ചിലേക്ക് തന്നെയായിരുന്നു വെടി പൊട്ടിച്ചത് എന്ന് അറിഞ്ഞ ഹൂത്തികൾ നാദനില്ല കളരിയിലേക്ക് പതിച്ചിരിക്കുകയാണിപ്പോൾ. ഹൂത്തികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും അയാളുടെ അടുത്ത കൂട്ടാളികളും മന്ത്രിമാരും കൊല്ലപ്പെട്ടു എന്ന കാര്യം യമനീസ് മാധ്യമങ്ങൾ ആധികാരികമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ജനുവരിയിലും മാർച്ചിലുമെല്ലാം ഹൂത്തികൾ ഇത്തരത്തിൽ ഇസ്രായേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചിരുന്നു. എല്ലാത്തിനുമുള്ള ശക്തമായ തിരിച്ചടി ഹൂത്തികൾ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇവരെ കളത്തിലിറക്കിയ ഇറാൻ ഇതേക്കുറിച്ച് ചോദിക്കാൻ വന്നാൽ ആക്രമണം വേറെ ലെവലിലേക്ക് മാറുമെന്ന കാര്യം ഇതോടെ ഉറപ്പായിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം.